മാറാത്ത് സെന്റ് എഫ്രൈം സെമിനാരിയിലെ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് കത്തീഡ്രലിലാണ് വാഴിക്കൽ ചടങ്ങുകൾ നടക്കുന്നത്. ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയാണ് മുഖ്യ കാർമ്മികൻ. അദ്ദേഹവും കേരളത്തിൽ നിന്നുള്ള മെത്രാപ്പൊലീത്തമാരും സെന്റ് എഫ്രൈം സെമിനാരിയിലെ ദേവാലയത്തിലേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മനോരമ ന്യൂസിലേക്ക് കാണുന്നത്. അല്പസമയത്തിനകം തന്നെ എഫ്രൈം കരീം കൂർലോസ് ചുമതലയേൽക്കുന്നതിനായി അങ്ങോട്ട് ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. 10 മിനിറ്റിനകം ചടങ്ങുകൾ തുടങ്ങുമെന്നാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് അറിയാൻ കഴിയുന്ന വിവരം. ഡോക്ടർ ഡി ബാബു പോൾ തുടരുന്നുണ്ട് നമ്മളോടൊപ്പം. ഡോക്ടർ ബാബു പോൾ, മലങ്കര സഭയുമായി പുതിയ നിയുക്ത പാത്രിയർക്കീസ് ബാവയ്ക്ക് വളരെ അടുത്ത ബന്ധമാണ്. അദ്ദേഹം പലപ്പോഴും ഇവിടുത്തെ പല ദേവാലയങ്ങളും സന്ദർശിക്കുകയും ദേറകളിൽ താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. എങ്ങനെയാണ് താങ്കൾ ഈ അടുപ്പത്തെ നോക്കിക്കാണുന്നത്? മനോരമ ന്യൂസിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം മലങ്കര സഭയുടെ ഐക്യം എന്ന തന്റെ വലിയ സ്വപ്നവും പങ്കുവച്ചിരുന്നു. പുതിയ പാത്രിയർക്കീസ് ബാവയ്ക്ക് കേരളം അപരിചിതമല്ല എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. അദ്ദേഹം 10-20 പ്രാവശ്യം ഈ നാട്ടിൽ വന്നിട്ടുള്ള ആളാണ്. 1-2 പ്രാവശ്യം ഔദ്യോഗികമായി പാത്രിയർക്ക പ്രതിനിധിയായിട്ടും മറ്റ് സന്ദർഭങ്ങളിൽ സ്വകാര്യ സന്ദർശകനായിട്ടും വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മുടെ ആയുർവേദ ചികിത്സാ സമ്പ്രദായങ്ങൾ പഥ്യമായി അനുഭവപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ നാടിനെ കുറിച്ചൊക്കെ അറിയാം. ഈ സഭയിൽ സമാധാനം ഉണ്ടാകണം എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കാഴ്ചപ്പാട് സാഖാ പ്രഥമൻ ബാവയുടെ കാഴ്ചപ്പാടിൽ നിന്ന് വളരെയൊന്നും ഭിന്നമാകാനിടയില്ല എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. സാഖാ പ്രഥമൻ ബാവ വളരെ വ്യക്തമായി പറഞ്ഞ ഒരു സംഗതി, ഈ സഭ ഒന്നായിരിക്കണമെന്നും ഇവിടെ വഴക്കുണ്ടാകരുത് എന്നും തന്നെയാണ് പാത്രിയർക്കീസിന്റെ ആഗ്രഹം. പക്ഷെ പാത്രിയർക്കീസ് ഇവിടെ നേരിട്ട് ഇടപെടുകയല്ലല്ലോ, ഇവിടെയുള്ള ഇന്ത്യക്കാർ തമ്മിലാണ് വഴക്ക്. അതുകൊണ്ട് ആ വഴക്ക് തീർക്കാനുള്ള ചർച്ചകൾ മലങ്കരയിലാണ് നടക്കേണ്ടത്. അത് യാതൊരു തരത്തിലുള്ള വിഘാതവും, പഴയ കാലത്ത് അതിന് വിഘാതമുണ്ടാകുന്ന ചില നടപടികൾ ചില കാലങ്ങളിൽ ചില പാത്രിയർക്കീസ്മാരുടെ ചില നടപടികൾ കൊണ്ടുണ്ടായിട്ടുണ്ടാകാം. പക്ഷേ സാഖാ പ്രഥമൻ ബാവ ആവർത്തിച്ച് പറഞ്ഞതും ഇപ്പോഴത്തെ പുതിയ പാത്രിയർക്കീസ് ബാവ സൂചിപ്പിച്ചിട്ടുള്ളതും ഇന്ത്യയിൽ അഭിപ്രായ ഐക്യമുണ്ടായാൽ പാത്രിയർക്കീസ് അതിൽ സന്തോഷിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ബാവ ഏതായാലും സമാധാനം ആഗ്രഹിക്കുന്ന ആളാണ്, യോജിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഇവിടെയുള്ള നമ്മുടെ ആളുകൾ തമ്മിലാണ് വഴക്ക്. ആ വഴക്ക് ആദ്യം തീർത്തിട്ട് ഞങ്ങൾ തമ്മിൽ ഇനി ഒരു വഴക്കുമില്ല പിതാവേ എന്ന് പറഞ്ഞാൽ അവിടെ തീരും. അത്രേ ഉള്ളൂ കാര്യം. ബാവയുടെ ഭാഗത്തു നിന്ന് യാതൊരു വിഘാതവും വിലങ്ങതടിയും ഉണ്ടാവുകയില്ല. ആരോഗ്യകരമായ സമീപനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ചടങ്ങുകളുടെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മനോരമ ന്യൂസിൽ കാണുന്നത്. സിറിയയിലെ മാറാത്ത് സേദനയിലെ സെന്റ് എഫ്രൈം സെമിനാരിയിലെ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് കത്തീഡ്രലിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വാഴിക്കൽ ചടങ്ങുകൾ തുടങ്ങാൻ പോകുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മനോരമ ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. കേരളത്തിൽ നിന്ന് 25 മെത്രാപ്പൊലീത്തമാരും അതോടൊപ്പം ആഗോള സുറിയാനി സഭയിലെ മറ്റ് മെത്രാപ്പൊലീത്തമാരും ചടങ്ങിൽ സഹകാർമ്മികരാകുന്നു. ആഗോള സുറിയാനി സഭയുടെ 123-ാം പാത്രിയർക്കീസായി വടക്കേ അമേരിക്കൻ മദ്രാസ് പ്രസിദ്ധീകരായിരുന്ന എഫ്രൈം കരീം മാർ കൂർലോസ് ചുമതലയേൽക്കുന്ന ചടങ്ങാണ്. അവിടെ നിന്നുള്ള മാറാത്ത് സേദനയിലെ സെമിനാരിക്ക് മുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ദേവാലയത്തിനുള്ളിൽ അതിഥികൾ തയ്യാറായിരിക്കുന്നു. പുറത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളുമുണ്ട്. മാറാത്ത് സേദനയിലെ സെന്റ് എഫ്രൈം സെമിനാരി കാലം ചെയ്ത ഇഗ്നാത്യോസ് സഖ പ്രഥമൻ പാത്രിയർക്കീസ് ബാവ പണികഴിപ്പിച്ച മാറാത്ത് സേദനയിലെ സെന്റ് എഫ്രൈം സെമിനാരിയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. സ്ഥാനാരോഹണം ചടങ്ങുകൾ തുടങ്ങാൻ പോകുന്നു. അതിഥികൾ എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് മനോരമ ന്യൂസിൽ ഇപ്പോൾ കാണുന്നത്. ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി സിറിയയിലേക്ക് എത്തിയിരിക്കുന്നു. ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം സിറിയൻ സർക്കാർ ഒരുക്കിയിരിക്കുന്ന കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടെയാണ് ചടങ്ങുകൾ നടക്കുന്നത്. വിവിധ സഭകളെ പ്രതിനിധീകരിച്ചുള്ള മെത്രാപ്പൊലീത്തമാരും മറ്റ് പ്രതിനിധികളുമെല്ലാം എത്തുന്നുണ്ട്. കേരളത്തിൽ നിന്ന് മലങ്കര സഭയിലെ 25 മെത്രാപ്പൊലീത്തമാർ, ഇതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രതിനിധികൾ, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പ്രതിനിധികൾ തുടങ്ങിയവരൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി എത്തുന്നുണ്ട്. കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ച് MLA-മാരായ TU കുരുവിളയും VP സജീന്ദ്രനും ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് കത്തീഡ്രലിൽ നടക്കുന്ന വാഴിക്കൽ ചടങ്ങുകളിൽ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയാണ് മുഖ്യ കാർമ്മികൻ. ഈ സെന്റ് പോൾസ് ആൻഡ് സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിലാണ് കാലം ചെയ്ത പരിശുദ്ധ ഇഗ്നാത്യോസ് സഖ പ്രഥമൻ പാത്രിയർക്കീസ് ബാവയെ കബറടക്കിയിരിക്കുന്നത്. അതേ ദേവാലയത്തിനുള്ളിൽ വെച്ചാണ് മാർ എഫ്രൈം കരീം കൂർലോസ് അടുത്ത പാത്രിയർക്കീസായി, സഭയുടെ 123-ാം പാത്രിയർക്കീസായി ചുമതലയേൽക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സ്ഥാനാരോഹണ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തുന്നവരെ സ്വീകരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. സഭയുടെ
വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മെത്രാപ്പൊലീത്തമാർ ഉൾപ്പെടെയുള്ളവർ എത്തുന്നു. പത്രിക ആസ്ഥാനത്ത് ചുമതലയുള്ള മെത്രാപ്പൊലീത്തമാരും മറ്റുള്ളവരും എത്തുന്ന അതിഥികളെ സ്വീകരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മറ്റ് ക്രൈസ്തവ സഭകളുടെ പ്രതിനിധികളും ഈ ചടങ്ങിന് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഡോക്ടർ ബാബു പോൾ നമ്മളോടൊപ്പം തുടരുന്നതാണ്. ഡോക്ടർ ബാബു പോൾ, ആഗോളതലത്തിൽ തന്നെ ക്രൈസ്തവ സഭകളുടെ ഐക്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു കാലമാണിത്. ആ തരത്തിൽ നോക്കുമ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾക്കൊക്കെ എത്രത്തോളം സാധ്യതകൾ ഇപ്പോൾ നിലനിൽക്കുന്നു? അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിൽ എത്രത്തോളം പ്രഗത്ഭനാണ് പ്രേം കരീം കൂറിലോസ്? ആ ചർച്ചകൾക്ക് വളരെ അനുകൂലമായ അന്തരീക്ഷം ഒരുക്കിയിട്ടാണ് ശാഖാപ്രഥമൻ ബാവ കടന്നുപോയത്. 1980 ശാഖാപ്രഥമൻ ബാവ പാത്രിയർക്കീസായി സ്ഥാനമേൽക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ മുൻഗാമി റോമൻ കത്തോലിക്ക സഭയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഏർപ്പെടുകയും രണ്ട് സഭകളുടെയും വിശ്വാസം ഒന്ന് തന്നെയാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ അടിയന്തര സ്വഭാവമുള്ള 3 കൂടാശകൾ സാക്രമെന്റ്സ് പരസ്പരം സ്വീകരിക്കാമെന്നും സെമിനാറുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്യാർത്ഥികളെ അയക്കാമെന്നും ഒക്കെയുള്ള തീരുമാനങ്ങൾ വത്തിക്കാനിൽ വെച്ച് 1984 ഉണ്ടായത് വളരെ ഫലപ്രദമായി പാശ്ചാത്യ ദേശങ്ങളിൽ, പ്രത്യേകിച്ചും യൂറോപ്പിലും അമേരിക്കയിലും ഇരു സഭകളും തമ്മിലുള്ള ബന്ധത്തെ സഹായിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് കൗൺസിൽ ഓഫ് ചർച്ചസ് എന്ന് പറയുന്ന നമ്മുടെ കേരള ക്രിസ്ത്യൻ കൗൺസിൽ, നാഷണൽ ക്രിസ്ത്യൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള പ്രോട്ടസ്റ്റന്റ് വിഭാഗങ്ങളും ഓർത്തഡോക്സ് വിഭാഗങ്ങളും സഹകരിക്കുന്ന MECCയിൽ ശാഖാ ബാവ അധ്യക്ഷനായിരുന്നു. അവിടെയും ഈ സജീവമായ ഒരു റോൾ തന്നെയാണുള്ളത്. സഭകളുടെ ലോക കൗൺസിലിൽ ശാഖാപ്രഥമൻ ബാവ അതിന്റെ പ്രസിഡന്റായിരുന്നു. ഇപ്പോൾ സ്ഥാനമേൽക്കുന്ന ബാവ അതിന്റെ സെൻട്രൽ കമ്മിറ്റിയിലെ അംഗമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതിനെല്ലാം അനുകൂലമായ ഒരു മാനസികാവസ്ഥയും അന്തരീക്ഷവുമാണ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പൂർണ്ണമായ കൂദാശ ഐക്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള പ്രത്യാശയാണ് ഇപ്പോഴത്തെ പാത്രിയർക്കീസ് ബാവ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അത് ഈ സഭകൾ തമ്മിലുള്ള ഐക്യമെന്ന് പറയുന്നത് ഇപ്പോൾ വലിയ സ്റ്റെപ്പ് നടന്നത് തന്നെ 1500 വർഷത്തെ അഭിപ്രായ വ്യത്യാസമാണ് മുൻപിലത്തെ പാത്രിയർക്കീസ് ബാവയുടെ കാലത്ത് നമ്മൾ അതിന് അന്ത്യം കുറിച്ചത്. അത് ഇനി അടുത്ത പടികൾ 90 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് 95 ആക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് പോലെ ഇനിയുള്ളതിനാണ് നമ്മൾ ഇംഗ്ലീഷിലെ ലാസ്റ്റ് മൈൽ പ്രോബ്ലംസ് എന്ന് പറയും. അവസാന പടിയാണ് ഇനി യാത്രയുള്ളത്. അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ അതൊക്കെ നേരിടാനുള്ള കഴിവും പരിചയവും തുറന്ന മനസ്സുമൊക്കെ ഉള്ള ഒരാളെയാണ് ദൈവം ഇപ്പോൾ പാത്രിയർക്കീസായി വാഴിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് സഭകൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും മറ്റ് മതങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ പുതിയ കാലത്തിന്റെ ആത്മാവിനെ ഉൾക്കൊള്ളുന്ന ഒരു പാത്രിയർക്കീസിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇപ്പോൾ ചടങ്ങുകളുടെ തത്സമയ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ സിറിയയിലെ മറത്ത് സെയ്ദനയിലെ സെമിനാരിക്കുള്ളിലെ ദേവാലയത്തിൽ നിന്ന് കാണുന്നത്. ഈ ചടങ്ങുകളെ കുറിച്ചുകൂടി താങ്കൾക്ക് പറയാൻ കഴിയുമോ? ശ്രേഷ്ഠ കാതോലിക്ക ബാവയാണ് മുഖ്യ കാർമ്മികൻ. ചടങ്ങുകളെ കുറിച്ച് ആധികാരികമായി പറയാനുള്ള പാണ്ഡിത്യമൊന്നും എനിക്കില്ല. എങ്കിലും 1980 ശാഖാപ്രഥമൻ ബാവ സ്ഥാനമേറ്റ സമയത്ത് ഞാനത് നേരിട്ട് കണ്ട ഒരു ആള് ആണ്. അവിടെ വിശുദ്ധ കുർബാനയിലും മറ്റ് ചടങ്ങുകളിലെല്ലാം മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് കാതോലിക്ക ബാവ തന്നെയായിരിക്കും. ഞങ്ങളുടെ സഭയുടെ പ്രമാണമനുസരിച്ച് പാത്രിയർക്കീസിനെ വായിക്കേണ്ടത് കാതോലിക്കയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം തന്നെയായിരിക്കും അതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. കാതോലിക്ക ബാവയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ സൗഭാഗ്യമാണ്. കാരണം അദ്ദേഹത്തെക്കാൾ കാലം ചെയ്ത പാത്രിയർക്കീസ് ബാവ എളുപ്പമായിരുന്നു പ്രായം കൊണ്ട്. എന്നാൽ ഒരു സഭയിലെ ഒരു വൈദികന് ഇതിനേക്കാൾ വലിയ ഒരു സന്ദർഭം ഉണ്ടാകാനില്ല. സഭയുടെ പരമാധ്യക്ഷനെ വാഴിക്കാൻ കഴിയുക എന്നുള്ളത് ആ സൗഭാഗ്യത്തിലേക്കാണ് ഇപ്പോൾ തോമസ് പ്രഥമൻ ബാവ ചേർന്നിട്ടുള്ളത്. അദ്ദേഹം ആണ് ആ പ്രാർത്ഥന ഈ പാത്രിയർക്കീസിന്റെ വാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് ക്ലീമീസിന്റെ പ്രാർത്ഥന എന്നൊരു ഭാഗമാണ്.
പാത്രിയർക്കീസും കാതോലിക്കായും ഒക്കെ മെത്രാൻ എന്നുള്ളതിൻ്റെ മുകളിലുള്ള ഒരു സ്ഥാനമാണെങ്കിലും പട്ടത്വം മെത്രാൻ പദവിയോട് കൂടെ പൂർണ്ണമാവുകയാണ്. അത് ഞാനീ പറയുന്നത് വേദശാസ്ത്രമാണോ അറിയാത്തവർക്ക് മുഴുവൻ മനസ്സിലാവില്ലായിരിക്കും. പട്ടത്വത്തിൻ്റെ പൂർണ്ണത ബിഷപ്പാണ്. അതിൻ്റെ മുകളിലൊക്കെ ഉള്ളത് അധികാര സ്ഥാനങ്ങളാണ്. അങ്ങനെ അതുകൊണ്ട് അതിന് ചില പ്രത്യേക പ്രാർത്ഥനകളുണ്ട്. പാത്രിയർക്കീസിൻ്റെ സ്ഥാനാരോഹണത്തിന് ക്ലീമീസിൻ്റെ പ്രാർത്ഥന എന്നതാണ് ഏറ്റവും പ്രധാനം. അത് ചൊല്ലുന്നതും നിയുക്ത പാത്രിയർക്കീസിന്റെ തലയിൽ പുസ്തകം വെച്ച് വായിക്കുന്നതുമൊക്കെ ഈ കാതോലിക്കായിരിക്കും എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ മുഹൂർത്തമാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ അതിന് ശേഷമാണ് പിന്നീട് മൂന്നാമത്തെ ഘട്ടമാണ് ഒക്സിയോസ് വിളിക്കുന്ന സുന്ദ്രോണീസോ. സുന്ദ്രോണീസോ ഇപ്പോൾ കേൾക്കുന്നത് ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ അത് ഇന്ന് നടത്താതെ കൂടുതൽ ആളുകൾക്ക് പങ്കെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി 2 ദിവസം കഴിഞ്ഞ് ബെയ്റൂട്ടിൽ നടത്തിയേക്കാമെന്നും കൂടെ എവിടെ വായിക്കുകയുണ്ടായി. അത് കൃത്യമായിട്ട് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും നമ്മുടെ രാഷ്ട്രപതി നമ്മുടെ പാത്രിയർക്കീസിനെ അനുമോദിച്ചുകൊണ്ടുള്ള ഒരു കത്ത്, ഒരു സന്ദേശം നേരത്തെ തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അംബാസിഡർ ഇന്ന് അവിടെ പോയി അത് വായിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് അവിടുത്തെ ചടങ്ങുകൾ ഇന്ന് നടക്കുന്ന ചടങ്ങുകളുടെ വേറൊരു പ്രാധാന്യം, തീയതിയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ പാത്രിയർക്കീസിനെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വാഴിക്കേണ്ടത് അടുത്ത് വരുന്ന ഒരു മാറാനായ പെരുന്നാളെന്ന് പറയുന്ന വിശേഷ ദിവസത്തിലായിരിക്കണം എന്നാണ്. അങ്ങനെ വേർതിരിക്കപ്പെട്ട കുറേ ദിവസങ്ങളുണ്ട് സഭയിൽ. അതിലൊരു ദിവസമാണ് ഇന്ന്. അത് യേശുക്രിസ്തുവിന്റെ സ്വർഗ്ഗാരോഹണം സഭ ആചരിക്കുന്ന ആ ദിവസമാണ് ഇന്ന്. ഇതുപോലെ തന്നെ മറ്റൊരു പെരുന്നാളിലാണ് മുൻപിലത്തെ ആള് സക്കാപ്രഥമ സ്ഥാനമേറ്റത്. അത് സ്ലീബ പെരുന്നാൾ എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസത്തിൽ. ഇതൊക്കെ ചടങ്ങുകളുടെ ഭാഗമായിട്ട് വരുന്നതായ ചില തീരുമാനങ്ങളാണ്. ഇന്നിപ്പോൾ അദ്ദേഹം സ്ഥാനമേൽക്കുന്നതോടുകൂടി അപ്രയം ഒന്നാമൻ ഈ സഭ കണ്ട ഏറ്റവും പ്രശസ്തനായ പ്രഗത്ഭനായ പാത്രിയർക്കീസന്മാരിൽ ഒരാളായിരുന്നു, ആധുനിക കാലത്ത് പ്രത്യേകിച്ചും. അതായത് അപ്രയം പ്രഥമൻ എന്ന് പറയുന്ന പാത്രിയർക്കീസ് അദ്ദേഹം ഒരിക്കലും ഇന്ത്യയിൽ വന്നിട്ടുള്ള ആളല്ല, മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് ചില പുസ്തകങ്ങളൊക്കെ ഇംഗ്ലീഷിൽ തർജ്ജമകളൊക്കെ ഉണ്ട്. അതൊക്കെ വായിക്കുമ്പോഴാണ് എത്ര വലിയ പണ്ഡിതനായിരുന്നു എന്നറിയുന്നത്. അദ്ദേഹമാണ് ആദ്യമായി ഷിക്കാഗോ സർവകലാശാലയിൽ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് പോയി പഠിപ്പിച്ച ആളാണ് പൗരസ്ത്യ വേദശാസ്ത്രം. അത്ര മഹാനായിരുന്നു അദ്ദേഹം. അദ്ദേഹം പൊതുക്കാര്യങ്ങളിൽ താല്പര്യമെടുത്തിരുന്നു. നേരത്തെ ചോദിച്ചല്ലോ സിറിയയിലെ വഴക്കുകളൊക്കെ എങ്ങനെ ബാധിക്കുമെന്ന്. ആ സമാനമായ സാഹചര്യങ്ങളിൽ 1-ാം ലോക മഹായുദ്ധത്തിനും 2-ാം ലോക മഹായുദ്ധത്തിനും ഇടയ്ക്കുള്ള കാലത്തുണ്ടായപ്പോൾ ആ പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും, സ്വന്തം സഭയിൽപ്പെട്ടവർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ ആളുകൾക്കും വേണ്ടി ലീഗ് ഓഫ് നേഷൻസും തുടർന്നുള്ള ചർച്ചകളിലൊക്കെ ആ പ്രദേശത്തെ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് പോയ ആളാണ് അപ്രയം പ്രഥമൻ പാത്രിയർക്കീസ് ബാവ. അതുകൊണ്ട് ആ മാതൃകയും ഇവിടെ ലഭ്യമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ കാതോലിക്ക ബാവായ്ക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അന്ത്യോക്യ പാത്രിയർക്കീസിനെ വാഴിക്കാൻ കഴിയുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ആ ചടങ്ങിൽ സംബന്ധിക്കാൻ ആയിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള മെത്രാപ്പോലിത്തന്മാരും വിദേശത്തുള്ള മെത്രാപ്പോലിത്തന്മാരും ഒക്കെ ഉണ്ടായിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഇതിന്റെ നടക്കാൻ പോകുന്നത് ഈ സ്ഥാനാരോഹണ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ക്ലീമീസിന്റെ പ്രാർത്ഥന, അത് ചൊല്ലുന്നത് കാതോലിക്ക ബാവയായിരിക്കും. അദ്ദേഹം ചിലപ്പോൾ അത് മലയാളത്തിൽ ചൊല്ലിയെന്ന് വരാം. കഴിഞ്ഞ പ്രാവശ്യം കബറടക്ക ശുശ്രൂഷയുടെ സമയത്ത് അദ്ദേഹം സുറിയാനിയിലൊക്കെ ആരംഭിച്ചെങ്കിലും ശുശ്രൂഷകൾ മലയാളത്തിലും ഉണ്ടായതാണ്. അപ്പൊ അദ്ദേഹം മിക്കവാറും മലയാളത്തിലൊക്കെ ചൊല്ലാൻ സാധ്യതയുണ്ട് അദ്ദേഹം. അപ്പൊ അതൊക്കെ ഒരു നിർണായകമായ നിമിഷമായിരിക്കും. കാരണം സക്കാപ്രഥമന്റെ വാഴ്ചയുടെ കാലത്ത് ബസേലിയോസ് പൗലോസ് തുര്യൻ കാതോലിക്ക ബാവയായിരുന്നു. അദ്ദേഹം സുറിയാനി പണ്ഡിതനായിരുന്നു. അദ്ദേഹം അതുകൊണ്ടും കൂടെ ആയിരിക്കാം മലയാളം ഉപയോഗിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം സംസാരത്തിൽ പോലും സുറിയാനി ഉപയോഗിക്കുന്ന ആളും. ഇവിടുത്തെ കോട്ടയത്തുള്ള സുറിയാനി ഗവേഷണ കേന്ദ്രത്തിൽ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഗവേഷണ കേന്ദ്രത്തിൽ പോയാൽ സുറിയാനി പ്രസംഗിക്കുന്ന ആളുമൊക്കെ ആയിരുന്നു. ഏതായാലും ഇന്ന് മലയാളം അവിടെ കേട്ടാൽ അതിന്റെ അർത്ഥം നമ്മുടെ മഹത്തായ മാതൃഭാഷ 2000 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പത്രോസിന്റെ പിൻഗാമിയായ പാത്രിയർക്കീസിനെ വാഴിക്കുന്നിടത്ത് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള ഒരു നിർണായകമായ ഭാഷാഭിമാനികളെ ത്രസിപ്പിക്കുന്ന ഒരു വാർത്ത കൂടെയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതൊക്കെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടുത്തെ അധികാരികളായ ആളുകൾ, അവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ നേതാക്കന്മാർ,
അവിടെയുള്ള മറ്റ് വിവിധ ഓർത്തഡോക്സ് സഭകളുണ്ട്. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ തന്നെ, സിറിയയിലെ റൂം ഓർത്തഡോക്സ് എന്നാണ് പറയുന്നത്, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട ആളുകൾ. കത്തോലിക്ക സഭയിലെ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ഞങ്ങളുടെ സഭയിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് ചേർന്ന ആളുകളുണ്ട്, ഗ്രീക്ക് കാത്തലിക് പേട്രിയാർക്ക് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സമാന സ്ഥാനികളായ മറ്റു സഭകളിലെ ആളുകൾ കാണും. ഇവിടെ നിന്ന് ക്ലീമീസ് കാതോലിക്ക പോകുന്നതായിട്ട് പത്രത്തിൽ വായിച്ചിരുന്നു. അവിടെ ഉണ്ടാകുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതിനേക്കാൾ പ്രധാനമായിട്ടുള്ളത് 5 തലമുറയ്ക്ക് ശേഷം 100% മലയാളിയായി മാറിയ മാർത്തോമാ സഭയിലെ യുയാക്കീം മാർ കൂറിലോസ് തിരുമേനി, ഈ പാത്രിയർക്കീസ് ബാവായുടെ 5ാം തലമുറയിലെ കസിനാണ് അദ്ദേഹം ഇത് സംബന്ധിക്കാനായിട്ട് അവിടെ പോകുന്നതായിട്ടാണ് വായിക്കാൻ കഴിഞ്ഞില്ല. അവർ വളരെ അടുപ്പമുള്ള ആളുകളായിരുന്നു. അതിൻ്റെ ഒരു കഥയും പറയാനുണ്ട്. അതായത് യുയാക്കീം മാർ കൂറിലോസ് എന്ന് പറയുന്ന പിതാവ് ദീർഘകാലം മുമ്പ്, കഴിഞ്ഞ 19ാം നൂറ്റാണ്ടിൻ്റെ ഇവിടെ വന്ന ആളാണ്, ഇന്ത്യയിൽ വന്നതാണ്. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ സഹോദരൻ അവിവാഹിതനായ ഒരാൾ വന്നു. അദ്ദേഹം പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു പോയില്ല. അദ്ദേഹം ഇവിടെ തിരുവല്ലയിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. ആ സന്തതി പരമ്പരയിൽപ്പെട്ട ആളാണ് ഇപ്പോൾ മാർത്തോമാ സഭയിൽ അതേ പേരുകളിരിക്കുന്ന യുയാക്കീം മാർ കൂറിലോസ്. അദ്ദേഹവും ഇപ്പോഴത്തെ പാത്രിയർക്കീസ് ബാവായും ജ്യേഷ്ഠാനിയൻ മക്കളാണ്, 5ാം തലമുറയാണ് എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇപ്പോൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. അദ്ദേഹം ഒരു മലയാളം പറയുന്ന യുയാക്കീം മാർ കൂറിലോസ് ആണ്. അപ്പൊ ഒരേ ആളുടെ പേരാണ് ഇവർക്ക് 2 പേർക്കും കിട്ടിയത്. മെത്രാനായപ്പോൾ യുയാക്കീം എന്ന ആൾക്ക് കൂറിലോസ് എന്ന് ഇവിടെ പേരിട്ടതുപോലെ തന്നെയാണ് അപ്രേം എന്ന ആൾക്ക് അവിടെ കൂറിലോസ് എന്ന് പേരിട്ടത്. രണ്ടും യുയാക്കീം മാർ കൂറിലോസിന്റെ പേര് കൊടുത്തതാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൗതുക വാർത്തകൾ ഇതിന്റെ കൂടെ ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ തിരിച്ച് കാണുന്നുണ്ട്. ഡോക്ടർ ബാബു ഇപ്പോൾ അങ്ങനെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് ക്രൈസ്തവ സഭകളുടെ പ്രതിനിധികൾ എല്ലാവരും തന്നെ, അത് ഇഗ്നാത്യസ് സഖ പ്രഥമൻ പാത്രിയർക്കീസ് ബാവ കാലം ചെയ്തപ്പോഴാണെങ്കിലും ആഗോളതലത്തിലുള്ള എല്ലാ ക്രൈസ്തവ സഭകളുടെയും പ്രതിനിധികൾ എത്തിയിരുന്നു. ഇപ്പോൾ ഈ വാഴിക്കൽ ചടങ്ങിന് എത്തുന്നു. ആഗോള സുറിയാനി സഭയുടെ പാത്രിയർക്കീസ് എന്ന് പറയുമ്പോൾ ക്രൈസ്തവ ലോകത്ത് എത്രത്തോളം വലിയൊരു സ്ഥാനമാണത്? ഒരുപക്ഷെ ഇതേക്കുറിച്ച് അറിവില്ലാത്ത പ്രേക്ഷകർ കൂടി ഉണ്ടായിരിക്കാം. അത് ഈ ക്രൈസ്തവ സഭ എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള ആളുകൾ, മറ്റുള്ള ആളുകൾക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണ് ഇപ്പോൾ നിഷ ചോദിച്ചത്. അതായത് പ്രധാനമായി 3 വിഭാഗങ്ങളാണ് ക്രിസ്ത്യാനികൾക്കിടയിലുള്ളത്. 1 കത്തോലിക്ക വിഭാഗം, 2 പ്രോട്ടസ്റ്റന്റ് വിഭാഗം, 3 ഓർത്തഡോക്സ് വിഭാഗം എന്ന് പറയും. ഈ കത്തോലിക്ക വിഭാഗമാണ് മാർപ്പാപ്പയുടെ കീഴിലുള്ളത്. മാർപ്പാപ്പയുടെ കീഴിലുള്ളത് തന്നെ 22ാമത്തെ സ്വതന്ത്ര സഭകൾ ചേർന്ന് വരുന്നതായ ഏർപ്പാടാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ വിഭാഗം, ഓർത്തഡോക്സ് സഭയ്ക്ക് അങ്ങനെ ഒരു വിഭാഗമില്ല, അങ്ങനെ ഒരു ദൃശ്യതലമില്ല. ഓർത്തഡോക്സ് സഭയ്ക്കുള്ളത് മറ്റ് ഓർത്തഡോക്സ്, അലക്സാണ്ട്രിയൻ ഓർത്തഡോക്സ് എന്നൊക്കെ പറയുന്നതുപോലെ അത് പക്ഷെ വിശ്വാസത്തിൽ യോജിപ്പുള്ളവരും വിശ്വാസത്തിൽ നേരിയ വ്യത്യാസങ്ങളുള്ളവരും അങ്ങനെ ഒരു വിഭാഗമുണ്ട്. പിന്നെ പ്രോട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ, അതിൽ തന്നെ അതിനുശേഷം കഴിഞ്ഞ 150 കൊല്ലം കൊണ്ടുണ്ടായിട്ടുള്ളതാണ് പെന്തക്കോസ്ത്, ബ്രദർ, ഇങ്ങനെയൊക്കെയുള്ള കരിസ്മാറ്റിക് വിഭാഗങ്ങളെന്ന് പൊതുവെ അറിയപ്പെടുന്ന ആളുകൾ. ഇതില് ഇങ്ങനെ ഒരുപാട് സഭകളുള്ളതിൽ ഉള്ള ഒരു ലോകത്തിലെ ഏറ്റവും വലിയ സഭയാണെന്ന് ഒക്കെ ഒന്നും ആരും വിചാരിക്കേണ്ട. ഇത് ചെറിയ സഭയാണ്. ഈ സഭയുടെ ആളുകൾ ഇപ്പോ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരിക്കുന്നത് പ്രധാനമായി കുടിയേറ്റത്തിന്റെ ഫലമായിട്ടാണ്. മധ്യപൗരസ്ത്യ ദേശത്ത് നിന്ന്, ആദ്യം ടർക്കിയിൽ നിന്ന്, പിന്നെ ഇറാഖിൽ നിന്ന്, പിന്നീട് സിറിയയിൽ നിന്നും ഒക്കെ ആയിട്ട് ധാരാളം ആളുകൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും സെൻട്രൽ യൂറോപ്പിലും തെക്കേ അമേരിക്കയിലും പിന്നീട് വടക്കേ അമേരിക്കയിലും കുടിയേറി പാർത്തതിൻ്റെ ഭാഗമായിട്ട് അവിടെയും, പിന്നീട് ഓസ്ട്രേലിയയിൽ കുടിയേറി പാർത്തതിൻ്റെ ഭാഗമായിട്ട് അവിടെയും ചെന്ന് ചേരുന്നു എന്നുള്ളതാണ് അവിടെ ആളുകൾ. അതുപോലെ തന്നെ നമ്മളുടെ ആളുകൾ, കേരളത്തിൽ നിന്നുള്ള ആളുകളും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പോയി സ്ഥിരമായി താമസിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് സഭ ഇപ്പോൾ ലോകവ്യാപകമാണോ എന്ന് പറയാം. പക്ഷെ കത്തോലിക്ക സഭയിലെ ലത്തീൻ വിഭാഗവുമായി താരതമ്യപ്പെടുത്തിയാൽ ഈ സഭ അങ്ങനെ വലിയ സഭയൊന്നുമല്ല, പക്ഷെ വളരെ പൗരാണികമായ സഭയാണ്. കാരണം ഈ സഭയിൽ ആദ്യമായിട്ട് ഒരു ഭരണ സംവിധാനം ഉണ്ടായപ്പോൾ
ഉണ്ടാക്കിയ ഒരു പാത്രിയർക്ക സിംഹാസനമാണ് അന്ത്യോക്യയുടേത്. അന്ത്യോക്യയിൽ AD 37 സ്ലീഹന്മാരിൽ പ്രധാനിയായ പത്രോസ് ഫെബ്രുവരി 22-ാം തീയതി സിംഹാസനം സ്ഥാപിച്ചു എന്നാണ് സഭാചരിത്രം പറയുന്നത്. അന്ന് പത്രോസ് ഒരു സിംഹാസനം സ്ഥാപിക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന അർത്ഥത്തിലല്ല മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം അവിടെ ആ സഭയുടെ ദൃശ്യതലവനായ ഒരു എപ്പിസ്കോപ്പ അല്ലെങ്കിൽ ബിഷപ്പായിരുന്നു എന്ന് ധരിച്ചാൽ മതി. എന്നാൽ 4-ാം നൂറ്റാണ്ടിൽ ഈ സഭകളുടെ ഘടന നേരെയാക്കിയതായ സമയത്ത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മെത്രാന്മാരെ വിളിച്ചുകൂട്ടി. കാരണം ഈ മെത്രാന്മാരൊക്കെ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ അതൊക്കെ പറഞ്ഞു തീർക്കാനും അവർക്ക് പരസ്പരം പരിചയപ്പെടാനും ഒക്കെയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നിഖ്യ എന്ന് പറയുന്ന പട്ടണത്തിൽ ഒരു വലിയ മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിംഗിൽ വെച്ച് 3 പ്രധാനപ്പെട്ട നഗരങ്ങൾ, റോമാ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായ റോം, അലക്സാന്ദ്രിയ, അന്ത്യോക്യ എന്നുള്ള ഈ 3 സ്ഥലങ്ങളിലേക്ക് ഉള്ള മെത്രാന്മാരെ പാത്രീക്കീസ്മാരായിട്ട് നിജപ്പെടുത്തി. അങ്ങനെ വന്നപ്പോഴാണ് ഈ 3 സിംഹാസനങ്ങൾ ഉണ്ടായത്. അതിന് പുറകെയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതാണ് പഴയ സിംഹാസനങ്ങൾ. അതുകൊണ്ട് ഇത് ഒരു പുരാതനമായ സിംഹാസനമാണ്. എന്നാൽ ഇസ്ലാമിന്റെ ആവിർഭാവത്തിനും ഒട്ടോമൻ ആക്രമണത്തിനൊക്കെ ശേഷം മധ്യപൗരസ്യ ദേശത്ത് ഈ സഭ ഒരുപാട് വെല്ലുവിളികളെ നേരിടേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് അവർക്ക് ഒരുപാട് അംഗങ്ങൾ നഷ്ടപ്പെട്ടു. ആക്രമണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടവരും മതം മാറ്റം കൊണ്ട് നഷ്ടപ്പെട്ട ജനസംഖ്യയൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടുള്ള ഒരവസ്ഥയാണ് ഇപ്പം സംഖ്യാബലത്തിൽ നമ്മൾ കാണുന്നത്. പക്ഷെ വളരെ ക്ലേശിക്കുന്ന ഒരു സഭയാണെങ്കിലും വിശ്വാസ തീഷ്ണതയുള്ള ഒരു സമൂഹമാണ്. ഏറ്റവും പ്രാചീനമായ ഒരു സിംഹാസനമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പത്രോസിന്റെ പേരിൽ അറിയപ്പെടുന്ന 2 സിംഹാസനങ്ങളാണുള്ളത്. ഒന്ന് റോമിലേതും മറ്റേത് അന്ത്യോക്യയിലേതും. റോമിലെ സിംഹാസനമാണ് കൂടുതൽ പ്രശസ്തം, കൂടുതൽ പ്രബലം. ഈ കാലം അത്രയും അവിടെ ഒരു ഇസ്ലാമിക അധിനിവേശം ഒരിക്കലും ഇറ്റലിയിൽ ഉണ്ടായില്ല എന്നുള്ളത് അതിൻ്റെ ഒരു കാരണമായിരിക്കാം. മറ്റൊരു സിംഹാസനമാണ് അലക്സാന്ദ്രിയയിലെ, അതായത് ഇപ്പം കെയ്റോയിൽ ആസ്ഥാനമായിരിക്കുന്ന അലക്സാന്ദ്രിയ സിംഹാസനം കോപ്റ്റിക് സഭയുടെ. അവർക്കും അനേക കോടി ജനങ്ങൾ, അവിടുത്തെ ഒരു പ്രബല ന്യൂനപക്ഷമാണ് ഈജിപ്തിലവർ. അതുകൊണ്ട് അവരോട് ചേർന്ന് പോകുന്നതാണ് എത്യോപ്യ, എറിട്രിയ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഉള്ളത്. ഇതൊക്കെ വിശ്വാസങ്ങൾ നിർമ്മിച്ചു പോകുന്നതാണ്. പക്ഷേ ഏറ്റവും പുരാതനമായ സിംഹാസനങ്ങൾ ഇപ്പോൾ നിലവിലുള്ളത് അന്ത്യോക്യ, അലക്സാന്ദ്രിയ, റോം, കോൺസ്റ്റാന്റിനോപ്പിൾ എന്നീ 4 സിംഹാസനങ്ങളാണ്. അതിൽ സ്വാഭാവികമായും ഏറ്റവും പ്രബലമായിട്ടുള്ളത് ഇന്ന് മാർപ്പാപ്പയെ അംഗീകരിക്കാത്ത ക്രിസ്ത്യാനികളുടെ പോലും പ്രതീകമായി ലോകം തിരിച്ചറിയുന്നത് മാർപ്പാപ്പയാണ്. അതുകൊണ്ട് തന്നെ റോമിലെ സിംഹാസനമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. പക്ഷേ ഏറ്റവും പുരാതനമായ സിംഹാസനത്തിലേക്കാണ് ഇന്ന് അത്രയും ബാവ ആരൂഢനാകുന്നത്, അദ്ദേഹം ആരോഹണം ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനം. പൗരാണികതയാണ് സംഖ്യാബലത്തേക്കാൾ സിംഹാസനത്തിൻ്റെ ബലം. ആദ്യമുണ്ടായ സിംഹാസനം, ആദ്യമായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകളെ ലോകത്തിൽ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ച സ്ഥലമാണ് അന്ത്യോക്യ. അവിടെ AD 37 സ്ലീഹന്മാരുടെ തലവനായ പത്രോസ് ഫെബ്രുവരി മാസം 22-ാം തീയതി സ്ഥാപിച്ച സിംഹാസനത്തിൻ്റെ അനന്തരാവകാശിയായിട്ടാണ് ഇപ്പോൾ ഈ പുതിയ പാത്രീർക്കീസ് ബാവ ആരോഹണം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ ഒരു സംഗതിയായിട്ട് എടുത്തു പറയാനുള്ളത്. സംഖ്യാബലം കൊണ്ട് അല്ല, പൗരാണികത്വം കൊണ്ടും വിശ്വാസ സ്ഥൈര്യം കൊണ്ടുമാണ് ഈ സ്ഥാനം കൂടുതൽ ശ്രദ്ധേയമാണ്. തീർച്ചയായും വളരെ അധികം ബഹുമാനം അർഹിക്കുന്ന ഒരു സ്ഥാനം കൂടിയാണ്. ഡോക്ടർ ബാബു, ഇപ്പോൾ പുരാതന കാലം മുതൽ സിറിയൻ പാത്രിയർക്കീസ്മാർക്ക് മലങ്കരയുമായി ബന്ധമുണ്ട്, അതേക്കുറിച്ച് കൂടി. അന്ത്യോക്യൻ സഭയുമായി നമ്മളുടെ ബന്ധം വളരെ പുരാതന കാലം മുതൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് പല തെളിവുകളും പറയാനുണ്ട്. അത് ആ ചരിത്രവശത്തേക്ക് ഇപ്പോൾ പോകേണ്ടതായിട്ടില്ല. ഇപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഏറ്റവും പ്രകടമായി കാണുന്ന ഒരു കാര്യം ഈ ടെലിവിഷൻ ചാനൽ ശ്രദ്ധിച്ചാൽ കാണാം. ഇവിടെ കാണുന്ന
പല അന്ത്യോക്യ പാത്രിക്കീസിന്റെ കീഴിലല്ലാത്തവരുൾപ്പെടെയുള്ള പലരുടെയും വേഷവിധാനങ്ങൾ അന്ത്യോക്യ പാത്രിക്കീസിന്റെ കീഴിൽ അവിടെയുള്ള തിരുമേനിമാരുടെ മെത്രാന്മാരുടെ വേഷവിധാനങ്ങൾ തന്നെയാണ് നിയുക്ത പാത്രിക്കീസ് സ്ഥാനാരോഹണത്തിന് വേണ്ടി ഔദ്യോഗിക വസ്ത്രങ്ങൾ അണിഞ്ഞ് കയറി വരുന്നതാണ് കാണുന്നത് എന്ന് തോന്നുന്നു. അങ്ങോട്ടേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. സ്ഥാനാരോഹണ ശുശ്രൂഷകൾ തുടങ്ങാൻ പോവുകയാണ്. വിശുദ്ധ കുർബാനയോടുകൂടിയാണ് ഇന്ന് ശുശ്രൂഷകൾ തുടങ്ങുക. ഇപ്പോൾ കാണുന്നത് മറാത്ത് സേദനയിലെ സെയിന്റ് എഫ്രൈം സെമിനാരിക്കുള്ളിലുള്ള സെയിന്റ് പോൾസ് ആൻഡ് സെയിന്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ, അവിടേക്ക് അദ്ദേഹം എത്തുകയാണ്. അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ആഗോള സുറിയാനി സഭയുടെ 123-ാം പാത്രിയാർക്കീസായി ചുമതലയേൽക്കുന്നതിനാണ് അമേരിക്കൻ ഭദ്രാസനാധിപനായിരുന്ന അഫ്രൈം കരീം മാർ കൂർലോസ് എത്തുന്നത്. പാത്രിയാർക്ക് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളിൽ നിയുക്ത പാത്രിയാർക്കീസ് സ്ഥാനമേൽക്കുന്നതിനായി എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. സെയിന്റ് പീറ്റേഴ്സ് ആൻഡ് സെയിന്റ് പോൾസ് കത്തീഡ്രലിന് ഉള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തത്സമയം. നേരത്തെ കേരളത്തിൽ നിന്നുള്ള ശ്രേഷ്ഠ കാതോലിക്ക ബാവ ഉൾപ്പെടെയുള്ള മെത്രാപ്പോലീത്തമാർ കത്തീഡ്രലിനുള്ളിൽ പ്രവേശിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഇന്നത്തെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുക. സിറിയയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. നിയുക്ത പാത്രിയാർക്കീസ് മാർ അഫ്രൈം കരീം കൂർലോസ് ദേവാലയത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു. വിവിധ ക്രൈസ്തവ സഭകളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സാണുള്ളത്. അവരെ സാക്ഷിയാക്കിയാണ് ആഗോള സുറിയാനി സഭയുടെ 123-ാം പാത്രിയാർക്കീസായി മാർ അഫ്രൈം കരീം കൂർലോസ് ചുമതലയേൽക്കുക. മറാത്ത് സേദനയിലെ സെന്റ് എഫ്രൈം സെമിനാരിക്കുള്ളിലുള്ള സെയിന്റ് പീറ്റേഴ്സ് ആൻഡ് സെയിന്റ് പോൾസ് കത്തീഡ്രലിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇഗ്നാത്യോസ് അഫ്രൈം രണ്ടാമൻ എന്ന പേരായിരിക്കും പുതിയ പാത്രിയാർക്കീസ് ബാബ സ്വീകരിക്കുക. പാത്രിയാർക്കീസ് സ്ഥാനാരോഹണ ശുശ്രൂഷകളുടെ തത്സമയ സംപ്രേഷണത്തിലേക്ക് തിരിച്ചെത്താം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വളരെ നന്ദി ഡോക്ടർ ഡി ബാബു പോൾ ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും. ഇനി 1 മണി വാർത്തയിലേക്ക്. അത് പിന്നെ സഡൻലി കുറച്ച് പണി വന്നു. അപ്പൊ ഇന്നും ലേറ്റ് ആകുമോ?